പിന്നെ വസീഫ് ഇന്നലെ പറഞ്ഞൊരു നിർദ്ദേശം, എനിക്ക് വസീഫ് ഒരു കാര്യം വ്യക്തത വരുത്തി തന്നാൽ മതി. ഈ ഡിവൈഎഫ്ഐക്കാരെ കാണുമ്പോൾ ഏത് രീതിയിലാണ് ബഹുമാനിക്കേണ്ടത്? നരേന്ദ്രമോദിയെ കാണുമ്പോൾ പിണറായി വിജയൻ മുണ്ടഴിച്ചിട്ട് തല താഴെയിലടിക്കുന്ന രീതിയിൽ ബഹുമാനിക്കുന്ന രീതിയിൽ ഭവ്യതയോടുകൂടി ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിക്കാൻ മാത്രം എന്ത് മേന്മയാണ് കേരളത്തിലെ ഡിവൈഎഫ്ഐക്ക് ഉള്ളത്? ഇവിടെ പറയുന്നു ജനീഷേ, നിനക്കും നിന്റെ യൂത്ത് കോൺഗ്രസിനും ഒന്നും ലെവലേശം ഉളുപ്പ് തൊട്ട് തീണ്ടിയിട്ടില്ലെന്ന് അറിയാം. നിന്റെ VD സതീശൻ എത്ര ഡിഗ്രിയിലാണ് RSSന്റെ ശാഖയിൽ പോയി കുനിഞ്ഞ് താണുകേണ് നിന്ന് ഗോൾ വോക്കറിന്റെ മുൻപിൽ വിളക്ക് കത്തിച്ചതെന്ന് നീ മറന്നുപോയാലും ഇവിടുത്തെ പൊതുജനങ്ങൾ മറന്നു പോവില്ല. നീ ഡിവൈഎഫ്ഐയുടെ ക്രെഡിബിലിറ്റി അന്വേഷിച്ച് ഇറങ്ങല്ലേ. യൂത്ത് കോൺഗ്രസ് ഈ നാട് മുഴുവൻ വയനാടിന്റെ പേരിൽ നടത്തി ഫണ്ട് പിരിച്ച് പുട്ടടിച്ച് തിന്നിട്ടും നിന്റെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ രാഹുൽ ഈ നാട് മുഴുവൻ പെണ്ണ് പിടിച്ച് നടന്നിട്ടും രാഹുൽ മുതൽ ഇന്ന് അതുൽ വരെ നീണ്ടു നിൽക്കുന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ലീലാവിലാസങ്ങൾ. സർക്കാർ വീട് വെച്ച് കൊടുക്കുന്നതിന് മുൻപ് വീട് വെച്ച് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് യൂത്ത് കോൺഗ്രസ് അല്ലേ? യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഡിവൈഎഫ്ഐ ആ നാട്ടിലെ ദുരിതം അനുഭവിച്ച വയനാട്ടിലെ ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവർക്ക് 100 വീടിനുള്ള പൈസ കൈമാറിയവരാണ്. യൂത്ത് കോൺഗ്രസുകാര് ആ നാട്ടിലെ ജനങ്ങളുടെ കണ്ണീര് വിറ്റ് തിന്നവരാണ്.